മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനനാൽ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാകുന്നു? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവനെ തൻ്റെ വസ്തുക്കളുടെ എല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. ദുഷ്ടനായ ഭൃത്യൻ എൻ്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് സഹഭൃത്യന്മാരെ മർദ്ദിക്കുവാനും മദ്യപന്മാരോടുകൂടി ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 45 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ വലിയ നൊയിമ്പിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയ്ക്ക് വരികയാണ്. ഈ രണ്ട് ഞായറാഴ്ചകൾ, ഒന്ന് കൊഹനെ ഞായറാഴ്ചയും രണ്ട് മരിച്ചുപോയ വിശ്വാസികളെ നാം ഓർക്കുകയും ചെയ്യുന്ന സമയമാണ്. കൊഹനെ ഞായറാഴ്ച, ജ്ഞാനീയതേ ഞായറാഴ്ച. കൊഹനെ ഞായറാഴ്ച മരിച്ചുപോയ വൈദികരെ നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്കറിയാം, വൈദികർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അഹ്റോനെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ടവനല്ലാതെ ആർക്കും ഈ വിളി സ്വീകരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. പുറപ്പാടിൻ്റെ കാലം മുതലേ നമ്മൾക്ക് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ലേവായ ഗോത്രത്തെ നമുക്കറിയാം, പുരോഹിത ഗോത്രത്തെ നമുക്കറിയാം. അഹ്റോനും ഭവനം മുഴുവനും ദൈവ ശുശ്രൂഷകരായിരുന്നു, ദൈവത്തിൻ്റെ ആലയത്തിലെ ശുശ്രൂഷകരായിരുന്നു. നാം എന്തിനാണ് നമ്മുടെ മരിച്ചവരെ, പ്രത്യേകിച്ചും നമ്മുടെ വൈദികരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ വൈദികർ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനേക സന്ദർഭങ്ങളിൽ നാമുമായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് വൈദികർ. നാം സ്കൂളിൽ പോയാൽ നമുക്കറിയാം, സ്കൂൾ കാലം നമ്മുടെ അധ്യാപകർ നമ്മളോട് ഇടപെടും. നാം കോളേജിൽ പോയാൽ കോളേജിലെ അധ്യാപകർ നമ്മളുമായി ഇടപെടും. നാം ജോലിക്ക് പോയാൽ ജോലിയിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളോ നമ്മൾ ഇടപെടും. എന്നാൽ മനുഷ്യ ജീവിതത്തിൽ അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണവും മരണാനന്തരവും വരെയും ഒരു മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നത് ഒരു പുരോഹിതൻ മാത്രമാണ്. ഇതൊരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പൊ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഹിതൻ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പൗരോഹിത്യം ഒരു മനുഷ്യനും സ്വയം ഏറ്റെടുക്കുന്ന ഒന്നല്ല. യോഹന്നാൻ പറയും, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത്. കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തനിക്ക് വേണ്ടി തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം പത്രോസിനെയും അന്ത്രയോസിനെയും, അതേ തുടർന്ന് യാക്കോബിനെയും യോഹന്നാനെയും, അതേ തുടർന്ന് ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും, അത് കഴിഞ്ഞ് കർത്താവ് മത്തായിയെയും ഒക്കെ വിളിക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. പൗലോസ് കൊരിന്ത്യക്കാരോട് പറയുന്നത് പോലെ മാനുഷികമായ ഒരു പരിഗണനയും വെച്ചല്ല ദൈവം പൗരോഹിത്യത്തിലേക്ക് ആരെയെങ്കിലുമൊക്കെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയോ ശക്തിയോ ജ്ഞാനമോ വിവേകമോ കഴിവോ പണമോ പ്രതാപമോ സ്ഥാനമോ മാനമോ നിലയോ ഒന്നും പൗരോഹിത്യ വിളിക്ക് ഒരു നിദാനം അല്ല. മറിച്ച് ദൈവത്തിൻ്റെ മാത്രം ഇഷ്ടമാണ് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം ദൈവം തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. അവരുടേതായ യാതൊരു മഹത്വവും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ വിളിയുടെ മഹത്വം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, മത്തായി, തോമ, ഇവർക്കൊക്കെ എന്ത് മഹത്വം ഉണ്ടായിരുന്നു, എന്ത് സ്ഥാനമുണ്ടായിരുന്നു, എന്ത് മാനമുണ്ടായിരുന്നു, എന്ത് വിലയുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും മുക്കുവരായ മനുഷ്യർ, സമൂഹത്തിലെ ഏറ്റവും താണ ഗണത്തിൽപ്പെട്ട മനുഷ്യരായിരുന്നു ഇവരൊക്കെ. പക്ഷെ ദൈവം അവരെ യേശുവരെ വിളിച്ച് അവരുടെ കൂട്ടത്തിലാക്കി
തനിക്കുണ്ടായിരുന്ന മഹത്വം അവർ കൊടുത്തു, തനിക്കുണ്ടായിരുന്ന സ്ഥാനം അവർ കൊടുത്തു, തനിക്കുണ്ടായിരുന്ന മഹിമ അവർക്ക് കൊടുത്തു. അവർക്ക് അവന് പ്രിയങ്കരായിട്ട് അവർ മാറുവാനായിട്ട് തീരുമാനിച്ചു. ഇതാണ് പൗരോഹിത്യത്തിന്റെ മഹത്വം. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് പകരക്കാരായി ക്രിസ്തുവിനെ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പുരോഹിതൻ. വളരെ കൃത്യമായി പൗലോസ് പറയും, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ, ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടും, ദൈവജനത്തിൽ നിന്നും ദൈവജനത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് പുരോഹിതൻ. അതിന് മാനദണ്ഡം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹം മാത്രമാണ്, വേറൊന്നുമില്ല. എന്തിനാ അവനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് ഈ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്. ഒരു പുരോഹിതൻ എന്തിനാ തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഒന്നാമത്തെ കാരണം പുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് തൻ്റെ ഭവനത്തിലുള്ളവർക്ക്. ആരാണ് ഈ ഭവനത്തിലുള്ളവര്? കർത്താവിൻ്റെ സഭയിൽ. താൻ ഏതൊരു സഭയിലേക്ക് വിളിക്കപ്പെട്ടോ, താൻ എവിടെ നിയോഗിക്കപ്പെട്ടോ, ആ നിയോഗിക്കപ്പെട്ട സ്ഥലത്ത്, ആ നിയോഗിക്കപ്പെട്ട സഭയില് ദൈവത്തിന്റെ ജനത്തിന്റെ ഭാഗമായി ജീവിക്കുവാനും, ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാനും, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവനാണ് പുരോഹിതൻ. രണ്ടാമത് പറഞ്ഞിരിക്കുകയാണ്, അവൻ കൃത്യസമയത്ത്. പൗരോഹിത്യ ജീവിതത്തിന് ഒരു കൃത്യത ഉണ്ടാകണം. തനിക്ക് ഇഷ്ടമുള്ളപ്പം ചെയ്യേണ്ട ഒരു കാര്യമല്ല. പൗരോഹിത്യ ശുശ്രൂഷയ്ക്കെല്ലാം കൃത്യതയുണ്ട്. ദൈവം നിശ്ചയിക്കുന്ന ഒരു സമയം, ഇന്നലെയുമല്ല ഇന്നുമല്ല, മറിച്ച് ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ജനത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ ജനത്തെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിന്റെ ജനത്തിന് വചനം കൊടുക്കുവാൻ, ദൈവത്തിന്റെ ജനത്തിന് ഭക്ഷണം കൊടുക്കുവാൻ, ദൈവത്തിന്റെ ജനത്തെ അന്വേഷിക്കുവാൻ വളരെ മനോഹരമായി ഇടയസങ്കല്പം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സങ്കീർത്തനം പറയുന്നുണ്ട്, യോഹന്നാനിൽ പറയുന്നുണ്ട്. ഇടയസങ്കല്പനം മനോഹരമായിട്ട് ആടുകളെ അറിയുന്ന ഇടയൻ, ആടുകളൊടുത്ത് വസിക്കുന്ന ഇടയൻ, ആടിനെ അന്വേഷിക്കുന്ന ഇടയൻ, മുറിവേറ്റതിനെ വെച്ച് കെട്ടുന്ന ഇടയൻ, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരുന്ന ഇടയൻ, അങ്ങനെ ദീർഘമായി പോകും. ഇതൊക്കെ കൃത്യസമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആട് നഷ്ടപ്പെട്ടാൽ എപ്പോഴെങ്കിലും അന്വേഷിച്ചാൽ പോരാ, നഷ്ടപ്പെട്ടാൽ ഉടൻ അന്വേഷിക്കണം. ശത്രുപക്ഷത്തു നിന്നും തൻ്റെ ആടിനെ എത്രയും വേഗം രക്ഷിക്കുവാനിടയിൽ സാധിക്കണം. അപ്പോൾ തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നവൻ. എന്താണ് ഈ ഭക്ഷണം? ഒരു പൗരോഹിത്യ ധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ വിഭജിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പ്രധാനമായും വിളിക്കപ്പെടുന്നത്. പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചത് സഭയിൽ തൻ്റെ പാസ്കൽ മിസ്റ്ററി, തൻ്റെ രഹസ്യം അതിൻ്റെ പൂർണ്ണതയിൽ അനുവർത്തിക്കുക എന്നുള്ളതാണ്. ഇത് പൗരോഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ ജനത്തിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാനുള്ള ദൗത്യമാണ്. അന്വേഷിച്ച് കണ്ടെത്തണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങൾ നാടിൻ്റെ അതിർത്തികളിലേക്ക് പോകണം, അതിരുകളിലേക്ക് പോകണം. മനുഷ്യൻ നിങ്ങളെ അന്വേഷിച്ചല്ല പറയണം, നിങ്ങൾ മനുഷ്യരെ അന്വേഷിച്ച് പോകണം. ഒരാൾ പോലും ഈ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കരുത്. എല്ലാവരെയും ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കണം. ഒരാൾ പോലും ദൈവത്തിന്റെ മേശയിൽ നിന്ന് വിശന്നിരിക്കുവാൻ പാടില്ല. പൗലോസ് ശ്ലീഹ വളരെ കർക്കശമായി ആദിമസഭയെ ഉപദേശിക്കുന്നത്, നിങ്ങൾ വിശക്കുന്നവർ വീട്ടിൽ നിന്ന് ഭക്ഷിക്കണം. ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ അവിടെ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമാണ് ഭക്ഷിക്കുന്നത്. വിശ്വാസത്തിൽ മനുഷ്യനെ ഉറപ്പിക്കുവാൻ, യേശുവിന്റെ തിരുശരീരത്തിൽ മനുഷ്യരെ ബന്ധിപ്പിക്കുവാനുള്ള ദൗത്യമാണ് പൗരോഹിത്യത്തിന്റെ ഏറ്റവും വലിയ ദൗത്യവും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. നാലാമതായി പറഞ്ഞിരിക്കുക, ദൈവം നിയോഗിച്ചതാണ്. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, പുരോഹിതൻ തന്നെത്താൻ ഉണ്ടാകുന്നവനല്ല, സ്വയം ഏറ്റെടുക്കുന്നവനല്ല. ദൈവം വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്ത് സഭയുടെ സ്വത്തായി സഭയ്ക്ക് വേണ്ടി നൽകുന്നവരാണ്. അപ്പോൾ ദൈവം കൽപ്പിക്കുന്നത് സഭ വഴി നമുക്ക് ലഭിക്കുമ്പോൾ സഭയ്ക്ക് വിധേയപ്പെട്ട് പൗരോഹിത്യ ബന്ധവുമായി ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നിയോഗിക്കുന്നതാണ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. സഭയിൽ ആരും സ്വയം ഇത് ഏറ്റെടുക്കുന്നില്ല. പത്രോസിനെയും അന്ത്രോസിനെയും യാക്കോബിനെയും ഒക്കെ ദൈവം വിളിച്ചതാ, അവർ സ്വയം ഏറ്റെടുത്തതല്ല. അവർ കൈവെപ്പ് കൊടുത്തവരാണ് പിന്നീടുള്ള പൗരോഹിത്യ ബന്ധമായ എല്ലാ ദൈവ മനുഷ്യരും. സഭ ദൈവത്തിന്റെ മൗതിക ശരീരമാണ്, ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ്. സഭയുടെ ദൗത്യം തന്നെയാണ് ക്രിസ്തു ലോകത്തിൽ അറിയപ്പെടുവാൻ, ക്രിസ്തു ലോകത്തിൽ സ്നേഹിക്കപ്പെടുവാൻ,
ക്രിസ്തു ലോകത്തിൽ പ്രചരിപ്പിക്കപ്പെടുവാനുള്ള വലിയ ദൗത്യമാണ് തിരിച്ചറിയണം. ഇനിയും പറഞ്ഞ 2 കാര്യങ്ങൾ കൂടി, 4 കാര്യം പറഞ്ഞു. ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ ദൈവം നിയോഗിച്ചവൻ, അതാണ് പുരോഹിതൻ. കൃത്യസമയത്ത് ഭവനത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ദൈവം നിയോഗിച്ചവൻ. ഈ പുരോഹിതൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്നുകൂടി ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ പറയും. അവൻ വിശ്വസ്തനും വിവേകിയുമായിരിക്കണം. അവൻ വിശ്വസ്തനും വിവേകിയുമായിരിക്കണം. അല്പകാര്യങ്ങൾ വിശ്വസ്തൻ, അധിക കാര്യങ്ങൾ വിശ്വസ്തനായിരിക്കണം. ആരോടാണ് നിന്റെ വിശ്വസ്തത? ദൈവത്തോടാണ് നിന്റെ വിശ്വസ്തത. നിന്റെ ദൗത്യം നിന്നെ ദൈവം ഏൽപ്പിച്ചതാണ്. ദൈവം നിന്നെ ഏൽപ്പിച്ചത് നിന്റെ സഭയ്ക്ക് വേണ്ടിയാണ്. സഭ നിന്നെ ഏൽപ്പിച്ചത് ജനത്തിന് വേണ്ടിയാണ്. ഇവിടെ നിനക്ക് വിശ്വസ്തനായ ഒരു ഇടയനാകുവാൻ കഴിയണം. ആരാണ് വിശ്വസ്തനായ ഇടയനെന്നും യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നവനാണ് വിശ്വസ്തൻ. ആടുകൾക്ക് വേണ്ടി തന്നെ മുഴുവൻ സമർപ്പിക്കുന്നവനാണ് ഇടയൻ. കർത്താവ് കാൽവരിക്കുരിശിൽ കാണിച്ചു തന്നു, അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തന്നുകൊണ്ട്. ഇടയ സങ്കല്പത്തിന്റെ പൂർണ്ണതയാണ് കാൽവരിക്കുരിശ്. ഇതാണ് ഓരോ പൗരോഹിത്യത്തിന്റെയും പ്രധാനമായ ലക്ഷ്യം. മനുഷ്യന് ഇഷ്ടമുള്ള പോലെ ജീവിക്കുവാനുള്ളതല്ല, ഇഷ്ടമുള്ളത് പറയുവാനുള്ളതല്ല, ഇഷ്ടമുള്ളപ്പോൾ ചെയ്യുവാനുള്ളതല്ല, മറിച്ച് അവൻ വിശ്വസ്തയോടെ ജീവിക്കണം. അല്പകാര്യങ്ങളിൽ, ചെറിയ കാര്യങ്ങളിൽ പോലും അതവൻ തഴഞ്ഞു കളയാൻ പാടില്ല. അവന് വിവേകം വേണം. കർത്താവ് പറയും, അവൻ പ്രാവുകളെ പോലെ വിവേകമുള്ളവരായിരിക്കണം. പ്രാവുകളെ പോലെ നിഷ്കളങ്കനായിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലയോ, നഥാനിയേലിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ കപടതയില്ലാത്തൊരു നല്ല ഇസ്രായേൽക്കാരൻ. ഓരോ പുരോഹിതനെ കുറിച്ചും കർത്താവ് പറയേണ്ട ഏറ്റവും മനോഹരമായ വാക്യം അതാണ്. കപടതയില്ലാത്തൊരു പുരോഹിതൻ, കാപട്യമില്ലാത്തൊരു പുരോഹിതൻ. പ്രപഞ്ചത്തിൽ കർത്താവ് ഏറ്റവും വെറുത്തത് ഫരീസേയാണ്. എന്താണ് അവർ വെറുക്കാൻ കാരണം? അവരുടെ ഡ്യൂപ്ലിസിറ്റിയാണ്. അവർ ചിന്തിക്കുന്നതൊന്ന്, പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. ഇതല്ല പൗരോഹിത്യം. പൗരോഹിത്യം ചിന്തിക്കുന്നതൊന്ന്, പൗരോഹിത്യം പറയുന്നതൊന്ന്, പൗരോഹിത്യം പ്രവർത്തിക്കുന്നതൊന്ന്. അവർ വിശ്വസ്തത വേണം. അവൻ വിവേകത്തോടെ പെരുമാറണം. എന്താ വിവേകം എന്ന് പറയുന്നത്? അവന്റെ സാധാരണ ബുദ്ധിക്കപ്പുറത്ത് ദൈവിക ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ടത് ഏതാണ്, പറയേണ്ടത് ഏതാണ്, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. ലോകത്തിന്റെ മനുഷ്യനായിട്ടല്ല, ദൈവത്തിന്റെ മനുഷ്യനായിട്ട്. ആ ദൈവിക മനുഷ്യന്റെ വിവേകത അവനുണ്ടാകണം. ഈ ലോകത്തിലെല്ലാം നഷ്ടപ്പെടുമെങ്കിലും അവൻ ദൈവം നഷ്ടപ്പെടാൻ പാടില്ല. എല്ലാം നഷ്ടപ്പെട്ടാലും സ്വർഗവും നഷ്ടപ്പെടാൻ പാടില്ല. അതാണ് വിവേകം. ബുദ്ധിയുള്ള മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനൊരു നിധി കണ്ടെത്തി, അവനെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കി. വലിയൊരു രത്നം കണ്ടെത്തി, എല്ലാം വിറ്റ് രത്നം സ്വർണമാക്കി. പുരോഹിതൻ ഈ രത്നം കണ്ടെത്തിയവനാണ്, ഈ നിധി കണ്ടെത്തിയവനാണ്. അവൻ ആ നിധിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട, മറ്റെല്ലാം മറന്ന് അവൻ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കേണ്ടവനല്ല, വിവേകപുണ്യത്തോടെ ജീവിക്കേണ്ടവനാണ്. ഇങ്ങനെയുള്ളവനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവന് തനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവൻ വിവേകത്തോടെ ജീവിച്ചാൽ, ബുദ്ധിയോടെ ജീവിച്ചാൽ, വിശ്വസ്തയോടെ ജീവിച്ചാൽ അവൻ എന്താ കിട്ടാൻ പോകുന്നതെന്ന് കർത്താവ് നമ്മുടെ മുമ്പിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെ ചെയ്യുന്നവൻ, കാണപ്പെടുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസന്നിധാനത്തിൽ ദൈവത്തോടത്ത് വസിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെ ദൈവം എല്ലാത്തിൻ്റെയും ഉടമയാക്കും. അവൻ ഈ ലോകത്തിൽ ലഭിക്കാത്തതെല്ലാം നിത്യതയിൽ സ്വന്തമായിട്ട് അവന് ലഭിക്കും. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ശുഭ്രവസ്ത്രധാരികളായി ദൈവത്തോടത്ത് ഹല്ലേലൂയ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ മഹത്വീകരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ വാക്കുകൾ പറയുന്നത് പോലെ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും. കർത്താവ് പറഞ്ഞതുപോലെ മാത്രം വിശ്വസ്തയോടെയും വിവേകയോടെയും ജീവിക്കണം. അനേക വൈദിക ശ്രേഷ്ഠന്മാർ, അനേക വൈദിക പുരോഹിതന്മാർ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടിട്ടുണ്ട്. നമ്മെ മാമോദിസ മുഖ്യവർ കാണും, നമുക്ക് മുറൻ അഭിഷേകം തന്നവർ കാണും, നമുക്ക് ആദ്യ കുർബാന തന്നവർ കാണും, നമ്മുടെ വിവാഹം നടത്തിയവർ കാണും, നമ്മുടെ വീട് ബ്ലസ് ചെയ്തവർ കാണും, നമ്മുടെ മാതാപിതാക്കളെ സംസ്കരിച്ചവർ കാണും, നമുക്ക് ജീവിതത്തിന് നമ്മളെ മറ്റു വിധത്തിൽ സഹായിച്ചവർ കാണും. അങ്ങനെ അനേക 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 വൈദികരുമായി ബന്ധിതരാണ് നമ്മളൊക്കെ. ആ പിതാക്കന്മാരെല്ലാം നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസൗഭാഗ്യത്തിൽ അവരായിരിക്കുമ്പോൾ അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ നിരന്തരമായി മധ്യസ്ഥം വഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഒരു പുരോഹിതൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിലും കരുണയിലും സ്നേഹത്തിലും ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിത്യതയിലായിരിക്കുവാൻ ഇടവരട്ടെ. ഏതെങ്കിലും പുരോഹിതന് ഏതെങ്കിലും വിധത്തിൽ നിത്യസമ്മാനത്തിനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിച്ച് അവരും നിത്യതയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് നിരന്തരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നൊയമ്പ് നോക്കി തമ്പുരാന് മുമ്പിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ കൃപാവരങ്ങളും തന്ന് ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും അമ്മയാ പരിശുദ്ധ മാതാവും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.